എവരിവൺ, അപ്പോൾ ഇതാ നിങ്ങളുടെ വാങ്ക എന്ന ചാപ്റ്ററിൽ ബാക്കിൽ നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 8 ആണ്. എന്ത്? യെസ്, ലെറ്റർ ടു ദി എഡിറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ എഡിറ്റർക്ക് ലെറ്റർ എഴുതാം. അത് നമ്മുടെ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്, ഒരു ഫോർമൽ ലെറ്റർ റൈറ്റിംഗിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ എഡിറ്റർക്ക് ലെറ്റർ എഴുതാറ്? എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂവിനെ പറ്റി പറയാനായിരിക്കും അല്ലേ. അപ്പോൾ വാങ്ക ഇതുവരെ വായിച്ചത് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത്? ഒരു ചൈൽഡ് ലേബർ ഉണ്ട്, അതേപോലെ ആ കുട്ടീനെ വല്ലാണ്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു എഡിറ്റർക്ക്, ഒരു ന്യൂസ് പേപ്പറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഡിറ്റർക്ക് നമ്മൾ എങ്ങനെ ലെറ്റർ എഴുതും? അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ലെറ്റർ ടു എഡിറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യമായിട്ട് അതൊന്ന് ഭംഗി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സിൻ്റെ അകത്ത് ഇടാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നമ്മളൊരു ബോക്സിൻ്റെ അകത്ത് ഇടുന്നു. അത് കഴിഞ്ഞിട്ടോ, യെസ്, ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഫോമാറ്റ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ആരാണോ ലെറ്റർ എഴുതുന്നത്, ഇപ്പം നമ്മളല്ലേ ലെറ്റർ എഴുതുന്നത്, അപ്പം നമ്മുടെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കൊടുക്കും. അതായത് സെൻറ്ററിൻ്റെ അഡ്രസ്സ് നമ്മൾ ആദ്യം കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വളരെ സട്ടിലായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡേറ്റ് എഴുതും. അപ്പോൾ ഡേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 5, 1 അങ്ങനെയൊന്നും കൊടുക്കാതെ മന്തിൻ്റെ പേര് എഴുതാം. ഇനി മന്തിൻ്റെ പേര് ഫുൾ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? ജാനുവരിക്ക് ജാൻ എന്ന് കൊടുക്കുക, ഫെബ്രുവരിക്ക് ഫെബ് എന്ന് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഫോളോഡ് ബൈ റിസീവേഴ്സ് അഡ്രസ്. അപ്പോൾ ഈ ഒരു കേസിൽ, ഒരു ഫോർമൽ ലെറ്ററിൽ നമ്മൾ റിസീവറിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുക. ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഇതിൽ നമ്മൾ എഡിറ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കും. ദി എഡിറ്റർ, ഏത് ന്യൂസ് പേപ്പർ ആണെങ്കിൽ ആ ന്യൂസ് പേപ്പർ പ്ലേസ് ഏതാണോ അത്. ഓക്കെ, ഇനി വരുന്നൊരു കൺഫ്യൂഷനാണ്, സാല്യൂട്ടേഷൻ ആണോ ആദ്യം വരിക, സബ്ജക്റ്റ് ആണോ ആദ്യം വരിക എന്നുള്ളത് അല്ലേ. അത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ സാല്യൂട്ടേഷൻ ആദ്യം കൊടുക്കാം, ചില കേസസിൽ നമ്മൾ സബ്ജക്റ്റ് ആണ് ആദ്യം കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ സാല്യൂട്ടേഷൻ കൊടുത്തു, അതായത് സർ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സബ്ജക്റ്റ് കൊടുത്തു അല്ലേ, ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന്. പിന്നെ കത്തിൻ്റെ ബോഡിയാണ് വരുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇതാ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തു. എന്താണ് നമ്മുടെ എയിം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കത്ത് എഴുതുന്നത്? എന്തിനാണ്? റിഗാർഡിങ് ദി സോഷ്യലി കറപ്റ്റ് സെറ്റപ്പ് അല്ലേ. ഇപ്പോൾ സോഷ്യലി കറപ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ സെറ്റപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതാ സാല്യൂട്ടേഷൻ കൊടുത്തു. സർ, ഞാൻ പറയാൻ പോവാണ് എന്ത്? ദിസ് ലെറ്റർ ഇസ് റിട്ടൺ ടു എക്സ്പ്രസ് മൈ കൺസേൺ റിഗാർഡിംഗ് ചൈൽഡ് ലേബർ പ്രാക്ടീസസ് ദാറ്റ് ആർ സ്റ്റിൽ ഹാപ്പനിങ് ഇൻ ആ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൈൽഡ് ലേബറിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇസ് റിട്ടൺ ടു എക്സ്പ്രസ് മൈ കൺസേൺ റിഗാർഡിംഗ് ദി ചൈൽഡ് ലേബർ. ഓക്കെ, അപ്പോൾ എൻ്റെ കൺസേൺ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രോപ്പർ ഇൻട്രോ കൊടുത്തു. ബാക്കി നമ്മൾ ബോഡിയിൽ എന്തിനെ പറ്റിയിട്ടാണോ എഴുതാൻ പറഞ്ഞത് നമ്മൾ അത് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ ഇത് കൺക്ലൂഡ് ചെയ്യും? Therefore, I would like to draw the attention of the authorities through your esteemed daily. അല്ലേ, നിങ്ങളുടെ ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള നിങ്ങളുടെ ന്യൂസ് പേപ്പറിലൂടെ ഞാൻ അതോറിറ്റീസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൺക്ലൂഡ് ചെയ്യും. എന്നിട്ട് യോർ സിൻസിയർലി ABCD, നിങ്ങളുടെ പേരെന്താണോ അത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്ന പേരെന്താണോ അത്. അപ്പോൾ യോർ സിൻസിയർലി എന്ന് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? അതൊരു ഫോർമൽ ലെറ്റർ ആയതുകൊണ്ടാണ്. ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിലോ നമ്മൾ യോർ ലവിംഗ്ലി, യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതാ നമുക്ക് ഇതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കാണാം. റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഡിസ്ക്രൈബിംഗ് ദി പ്ലൈറ്റ് ഓഫ് ചിൽഡ്രൻ അസോസിയേറ്റഡ് വിത്ത് ചൈൽഡ് ലേബർ. അല്ലേ, ചൈൽഡ് ലേബറിലുള്ള കുട്ടികളുടെ അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ലെറ്റർ എഴുതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? യെസ്, നമ്മൾ എന്ത് കൊടുത്തു? ബോക്സ് കൊടുത്തു, ദെൻ സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, റിസീവറിൻ്റെ അഡ്രസ്സ് കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, സാല്യൂട്ടേഷൻ കൊടുത്തു. ആൻഡ് നമ്മൾ ഇൻട്രോയിൽ എന്ത് കൊടുത്തു? ദിസ് ലെറ്റർ ഇസ് റിട്ടൺ ടു എക്സ്പ്രസ് മൈ കൺസേൺ, അതൊക്കെ കൊടുത്തു. ആൻഡ് ചൈൽഡ് ലേബർ എന്തുകൊണ്ട് പ്രശ്നമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതൊരു സോഷ്യൽ ഈവിലാണ്, കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഡെവലപ്മെൻറ്റിനെയൊക്കെ അത് വല്ലാണ്ട് ബാധിക്കും, അതൊക്കെ നമ്മൾ കൊടുത്തു അല്ലേ. അത് കഴിഞ്ഞിട്ടോ, ഇതിൻ്റെ പോപ്പുലാരിറ്റിയുടെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് ആൾക്കാർ പിന്നെയും ചൈൽഡ് ലേബറിലേക്ക് എൻഗേജ്ഡ് ആവുന്നത്? അത് നമ്മൾ കൊടുത്തു. നമ്മുടെ 3ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇത് യെസ് ദിസ് ക്യാൻ ബി സ്റ്റോപ്ഡ്, നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് കൊടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ടോ നമ്മളിത് കൺക്ലൂഡ് ചെയ്ത് യോർ സിൻസിയർലി ABCD നമ്മളത് കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി 8ൽ ചോദിച്ചിട്ടുള്ളത് വാങ്കയുടെ വാങ്ക ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വാങ്ക ഇതുവരെ നമ്മൾ പഠിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്? യെസ്, വാങ്ക ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണത്? കോൺസ്റ്റന്റ് ഫിസിക്കൽ അബ്യൂസ്. വാങ്കിനെ വല്ലാണ്ട് ഫിസിക്കലി അവർ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയോ
ബുള്ളിങ് ബൈ ഫെലോ അപ്രന്റിസസ്, കൂടെയുള്ള അപ്രന്റിസസ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റന്റ് ആയിട്ട് ബുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോഴ്സ് ടു വർക്ക് വിത്തൗട്ട് സ്ലീപ്പ്, അപ്പോൾ ഉറക്കം പോലും ഇല്ലാണ്ട് ജോലി ചെയ്യേണ്ട ഗതികേട് ആർക്ക് വന്നിട്ടുണ്ട്? വാങ്കയ്ക്ക് വന്നിട്ടുണ്ട്. ആൻഡ് നോ പ്രോപ്പർ ഫുഡ് അറ്റ് ദി ഏജ് ഓഫ് ഗ്രോയിങ് അപ്പ്, അപ്പോൾ വാങ്ക ഇങ്ങനെ ഒരു വളർന്നു വരുന്ന പ്രായമാണല്ലേ, 9 വയസ്സാണ് വാങ്കയ്ക്ക്. അപ്പോൾ ആ പ്രായത്തിലും ആവശ്യമുള്ള ഫുഡൊന്നും എന്ത് കിട്ടുന്നില്ല, നമ്മുടെ വാങ്കയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതല്ലാണ്ട് എന്തൊക്കെ ഇഷ്യൂസ് ആണ് വാങ്ക ആ ഫാമിലിയിൽ, ആ ഒരു വീട്ടിൽ ഫേസ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കോമെൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.